എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന VBG റാംജി ബില്ലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിതൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. എന്താണ് VBG റാംജി ബിൽ? വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ബിൽ എന്നാണ് VBG റാം ബില്ലിൻ്റെ പൂർണ്ണരൂപം. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് MGNREGA അഥവാ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ തൊഴിലുറപ്പ് പദ്ധതിയാണ് VBG റാംജി ബിൽ. VBG റാംജി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2025 ഡിസംബർ 16-നാണ്. കേന്ദ്ര ഗ്രാമവികസന, കൃഷി, കർഷകക്ഷേമ മന്ത്രി ശ്രീ ശിവരാജ് സിംഗ് ചൗഹാനാണ് ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ലോക്സഭ പാസ്സാക്കിയത് 2025 ഡിസംബർ 18-നാണ്. 2025 ഡിസംബർ 18-ന് തന്നെയാണ് രാജ്യസഭയും പാസ്സാക്കിയത്. പ്രസിഡന്റ് അനുമതി നൽകിയത് 2025 ഡിസംബർ 21-നാണ്. ഇന്ത്യൻ ഗവൺമെൻറ് ആരംഭിച്ച ദീർഘകാല ദേശീയ കാഴ്ചപ്പാടായ വികസിത് ഭാരത് 2047 പദ്ധതിയുടെ ഭാഗമായി വരുന്ന പദ്ധതിയാണ് VBG റാംജി ബിൽ 2025. ഇത് അവിദഗ്ധ കായിക ജോലി ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ഒരു ഗ്രാമീണ കുടുംബത്തിലെ പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് 125 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുന്നു. പുതിയ ബിൽ MGNREGA ഘടനാപരമായ ബലഹീനതകൾ പരിഹരിക്കുന്നതിനും തൊഴിൽ സുതാര്യത, ആസൂത്രണം, ഉത്തരവാദിത്തം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനും പ്രാധാന്യം നൽകുന്നു. VBG റാംജി എങ്ങനെ MGNREGA വ്യത്യാസപ്പെടുന്നു എന്ന് നോക്കാം. ആദ്യത്തേത് തൊഴിൽ ദിവസങ്ങളുള്ള വർധനവാണ്. ഗ്രാമീണ കുടുംബങ്ങളിലെ പ്രായപൂർത്തിയായ അവിദഗ്ധ കായിക ജോലികൾക്ക് സന്നദ്ധത പ്രകടിപ്പിക്കുന്ന അംഗങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് 100 ദിവസത്തെ തൊഴിൽ MGNREGA ഉറപ്പു നൽകുന്നു. പുതിയ ബിൽ തൊഴിൽ ഗ്യാരണ്ടി ദിനങ്ങൾ 125 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. MGNREGA പ്രകാരം ജോലി അന്വേഷിക്കുന്ന ഒരാൾക്ക് 15 ദിവസത്തിനുള്ളിൽ തൊഴിൽ നൽകിയില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അവർക്ക് തൊഴിലില്ലായ്മ വേതനം നൽകണം. പുതിയ ബില്ലിൽ ഈ വ്യവസ്ഥ നിലനിർത്തുന്നുണ്ട്. MGNREGA പ്രകാരം അവിദഗ്ധ തൊഴിലാളികളുടെ വേതനം 100% കേന്ദ്രമാണ് വഹിച്ചിരുന്നത്. എന്നാൽ VBG റാംജി ബിൽ പ്രകാരം വേതന ചെലവ് 60-40 എന്ന അനുപാതത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്നാണ് വഹിക്കുന്നത്. പുതിയ അനുപാത പ്രകാരം സാധാരണ സംസ്ഥാനങ്ങളിൽ കേന്ദ്രം 60%, സംസ്ഥാനങ്ങൾ 40%മാണ് എടുക്കുന്നത്. വടക്കുകിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ കേന്ദ്രം 90%, സംസ്ഥാനങ്ങൾ 10%മാണ് വഹിക്കേണ്ടത്. ജോലി പൂർത്തിയാക്കി 15 ദിവസത്തിനുള്ളിൽ തൊഴിലാളികൾക്ക് വേതനം നൽകണം. 15 ദിവസത്തിനകം വേതനം നൽകാത്ത പക്ഷം 16-ാം ദിവസം മുതൽ ബാക്കിയുള്ള തുകയുടെ 0.05% നിരക്കിൽ നഷ്ടപരിഹാരം നൽകണം. ഈ നഷ്ടപരിഹാരത്തിന് ചെലവ് സംസ്ഥാന സർക്കാരുകൾ വഹിക്കണം. തൊഴിലിന് അപേക്ഷിച്ചാൽ 15 ദിവസത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകാനുള്ള പഴയ നിയമത്തിലെ വ്യവസ്ഥ ഈ ബിൽ നിലനിർത്തുന്നുണ്ട്. ഇതിൻ്റെ ചെലവും സംസ്ഥാന സർക്കാരുകളാണ് വഹിക്കേണ്ടത്. പുതിയ ബിൽ പ്രകാരമുള്ള ഗ്രാമീണ പ്രവർത്തികളുടെ ആസൂത്രണം ഗ്രാമപഞ്ചായത്തുകൾ തയ്യാറാക്കുകയും PM ഗതിശക്തി മാസ്റ്റർ പ്ലാനുമായി ബന്ധിപ്പിച്ച വികസിത് ഗ്രാമപഞ്ചായത്ത് പദ്ധതികളിലൂടെയാണ് നടപ്പാക്കുന്നത്. GIS ടൂളുകൾ, ജിയോ ടാഗിംഗ്, ബയോമെട്രിക്, AI ഓഡിറ്റുകൾ തുടങ്ങിയ കേന്ദ്രീകൃത ഡിജിറ്റൽ സംവിധാനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയായിരിക്കും പദ്ധതിയുടെ നടപ്പാക്കൽ. വനിതകൾ, മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ തുടങ്ങിയ ദുർബല വിഭാഗങ്ങൾക്ക് അനുയോജ്യമായ തൊഴിലുകൾ നൽകുന്നതിന് പ്രത്യേക വേതന നിരക്കുകൾ ബിൽ നിർദ്ദേശിക്കുന്നു. വിത്ത് വിതയ്ക്കൽ, വിളവെടുപ്പ് തുടങ്ങിയ തിരക്കേറിയ കാർഷിക സീസണുകളിൽ പദ്ധതിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരം നൽകുന്നുണ്ട് പുതിയ ബില്ലിലൂടെ. പദ്ധതി ആസൂത്രണം എങ്ങനെയാണെന്ന് നോക്കാം. MGNREGA പ്രകാരം ഗ്രാമപഞ്ചായത്തുകൾക്കാണ് അവയുടെ പ്രദേശത്തെ പദ്ധതികൾ തിരിച്ചറിയാനുള്ള ഉത്തരവാദിത്തം. പുതിയ ബില്ല് ഇത് നിലനിർത്തുകയും പ്രവർത്തികൾക്കായി ഒരു പദ്ധതി തയ്യാറാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പുതിയ ബിൽ പ്രകാരം പ്രവർത്തികൾ 4 വിഷയാധിഷ്ഠിത മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. 1. ജലസുരക്ഷ, 2. ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ, 3. ഉപജീവനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, 4. തീവ്ര കാലാവസ്ഥാ സംഭവങ്ങളുടെ ലഘൂകരണം എന്നിവയാണിവ. ഈ പദ്ധതികൾ പ്രധാനമന്ത്രി ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാനുമായി സംയോജിപ്പിക്കുകയും ദേശീയ തലത്തിൽ സംയോജിപ്പിക്കുകയും ചെയ്യുന്നു. പദ്ധതി എങ്ങനെയാണ് നടപ്പാക്കലും അതിൻ്റെ നിരീക്ഷണം എങ്ങനെയാണെന്ന് നോക്കാം. MGNREGA പ്രകാരം പദ്ധതി നടപ്പാക്കലും നിരീക്ഷണത്തിനുമായി കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ കൗൺസിലുകളുണ്ട്.
പുതിയ ബിൽ ഈ വ്യവസ്ഥകൾ നിലനിർത്തുകയും നിയമങ്ങൾ പ്രകാരം അവയുടെ ഘടന വ്യക്തമാക്കുകയും ചെയ്യുമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. ദേശീയതല സ്റ്റിയറിംഗ് കമ്മിറ്റിയായിരിക്കും മേൽനോട്ടം നൽകുകയും മാനദണ്ഡപരമായ വിഹിതം അഥവാ നോർമേറ്റീവ് അലോക്കേഷൻ ശുപാർശ ചെയ്യുകയും ചെയ്യുന്നത്. ഓരോ സംസ്ഥാനത്തിനും ഓരോ സ്റ്റിയറിംഗ് കമ്മിറ്റിയും ഉണ്ടായിരിക്കും. സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. BBG റാംജി ബിൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിന് വ്യവസ്ഥകൾ ചെയ്യുന്നുണ്ട്. 1. ഇടപാടുകൾക്ക് വേണ്ടി ബയോമെട്രിക് ഒതന്റിക്കേഷൻ. ആസൂത്രണത്തിനും നിരീക്ഷണത്തിനുമുള്ള ജിയോസ്പേഷ്യൽ സാങ്കേതിക വിദ്യ. തത്സമയ ട്രാക്കിങ്ങിനായി മൊബൈൽ ആപ്ലിക്കേഷൻ അധിഷ്ഠിത ഡാഷ്ബോർഡുകൾ, പ്രതിവാര പൊതു വെളിപ്പെടുത്തൽ സംവിധാനങ്ങൾ തുടങ്ങിയ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ തൊഴിലുറപ്പ് പദ്ധതിയെ കൂടുതൽ സുതാര്യമാക്കാനും കാര്യക്ഷമമാക്കാനുമാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ തൊഴിലുറപ്പ് പദ്ധതിയായ BBG റാംജി ബില്ലിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.